പ്രിയമുള്ളവരെ, എന്നത്തെയും പോലെ ഇന്നും എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിട്ടു. ഒരുപാട് പണിയുണ്ട്. തുണി കഴുകാൻ കിടക്കുന്നു, കുക്ക് ചെയ്യാൻ കിടക്കുന്നു, ഒക്കെ ഒരുപാടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ യൂട്യൂബിനെ ഒന്ന് നോക്കിയപ്പോൾ കുറച്ച് പുതിയ ആചാരങ്ങളൊക്കെ കണ്ടു. പുതിയതല്ല കേട്ടോ, നേരത്തെ നിലവിലുള്ള നല്ല ഒരു ആചാരമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ തരാം. പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. നീ എവിടെ പോകും? പ്രിയമുള്ളവരെ, അപ്പോൾ ഇതുപോലെ മഹത്തായ ആചാരങ്ങൾ നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. പെട്ടെന്നല്ല, പലപ്പോഴും ഇങ്ങനെ ഓരോ സീനുകളൊക്കെ കാണാറ് ഇടവരുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല. ഈ പടുമരണങ്ങളെയൊക്കെ നിർമ്മിച്ച ആൾക്കാർ, പിതാവിനെയും മാതാവിനെയുമാണ് ഞാൻ സ്മരിക്കുന്നത്. മക്കളെ ഇങ്ങനെ പിഴച്ച രീതി വളർത്തുന്ന അപ്പനെയും അമ്മയും പറഞ്ഞാൽ മതി. മുളയിലെ നുള്ളിക്കഴിഞ്ഞാൽ ഒന്നും വളരില്ല. അതെല്ലാവരും മനസ്സിലാക്കുക. നിങ്ങളുടെ മക്കളാണോ പെണ്ണോ, മറ്റുള്ളവരുടെ മണ്ടയിൽ കുതിര കയറാനായിട്ട് ഇതുപോലെ അഴിച്ചു വിടരുത്. ഇപ്പോൾ പല വീടുകളിലും കാണുന്നതാണ് ഈ ഒരു കലാപരിപാടി. പിന്നെ ഈ എന്താ പറയണ്ട, സ്ഥിരം ഇപ്പോൾ കാണുന്നൊരു വാർത്തയാണ്, ഭർത്തൃ വീട്ടിൽ പെൺകുട്ടി അല്ല സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാണോ ഭാര്യ വീട്ടിൽ ഭർത്താവ് മരിച്ചു എന്ന് കേൾക്കാൻ ഇടവരിക. ഒരു തമാശ രൂപേണ ഇത് പറഞ്ഞുവെങ്കിലും അങ്ങനെ കൂടി വരട്ടെ. കാര്യം ഈക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവരൊക്കെ ഇത് കാണണം. ഇങ്ങനെ ഒരു കാര്യത്തും കൂടി ഈക്വാലിറ്റി ഉണ്ടാവട്ടെ. ഒരു കൂട്ടർ മാത്രം ചത്താൽ പോരല്ലോ. എന്തൊരു കഷ്ടമായത്. ഇപ്പം നിലവിൽ ഈ കണ്ട വീഡിയോയ്ക്കകത്ത് ആ പെൺകുട്ടി മരിച്ചു എന്നാണ് എൻ്റെ അറിവ്. കൊന്നതാണോ ആത്മഹത്യയാണോ എന്ന് ഈശ്വരനറിയാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ മറ്റുള്ളവരുടെ മണ്ടയിൽ കുതിര കയറാനായിട്ട് വളർത്തരുത്. ആണോ പെണ്ണോ മര്യാദയ്ക്ക് വളർത്തുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുളയിലെ നുള്ളിക്കഴിഞ്ഞാൽ ഒന്നും വളരില്ല. അപ്പോൾ മക്കൾ പോകുന്ന വഴിയെ എല്ലാം പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനും ഒരു തുടക്കമുണ്ടാകുമല്ലോ, അല്ലേ ഒരു ജനിച്ച പടുത്ത് ഇപ്പം ആ കണ്ട പ്രസ്തുത കക്ഷി ജന്മനാ കുടിയനായിരുന്നില്ലല്ലോ. എവിടെയായിരുന്നു അവൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്? അപ്പോൾ എന്തായിരുന്നു ഇവൻ ഈ വെള്ളവെടി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവൻ്റെ അപ്പനും അമ്മയ്ക്ക് എവിടെയായിരുന്നു? പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രായമായ മക്കളുടെ സ്വകാര്യതയെ മാനിക്കണം, ശരി തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള വഷളത്തരങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്, അംഗീകരിക്കരുത്.